തിരുവനന്തപുരം നഗരത്തിലെ ഗുണ്ട ആക്രമണത്തിൽ പ്രതി പിടിയിലായി. തകരപ്പറമ്പ് കുട്ടനാണ് പിടിയിലായത്. രണ്ടാം പ്രതി അഖിലും പിടിയിലായിട്ടുണ്ട്. കാറും കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. BSNL ഉദ്യോഗസ്ഥൻ രാജേഷിനും മകൻ അഭിനവിനും നടുറോഡിലാണ് മർദ്ദനമേറ്റത്. ജിബിൻ JB തിരുവനന്തപുരത്ത് നിന്ന് ചേർന്നു. ജിബിൻ, കുട്ടനെ മുൻപ് തന്നെ പോലീസ് പിടികൂടിയിരുന്നു. ഇപ്പോൾ കൂടെ ഉണ്ടായിരുന്ന ആൾ കൂടി പിടിയിലായിട്ടുണ്ട്. ഇയാളെക്കുറിച്ചുള്ള വിവരങ്ങൾ എന്താണ് പോലീസ് പറയുന്നത്? പ്രവിധി ഇന്ന് ഉച്ചയോടുകൂടിയാണ് ആദ്യഘട്ടത്തിൽ തൊഴുവങ്കോട് നിന്ന് ഈ കേസിലെ ഒന്നാം പ്രതിയായിട്ടുള്ള തകരപ്പറമ്പ് കുട്ടനെ വഞ്ചൂർ പോലീസ് പിടികൂടുന്നത്. അതിന് തൊട്ടു പിന്നാലെയാണ് ഈ കേസിൽ തന്നെ രണ്ടാം പ്രതിയായിട്ടുള്ള അഖിലിനെയും അല്പസമയം മുമ്പ് പോലീസ് പിടികൂടി. രണ്ടുപേരെ ഇപ്പോൾ വഞ്ചൂർ പോലീസ് സ്റ്റേഷനിലേക്ക് എത്തിച്ചിട്ടുണ്ട്. ഇതിൽ ഒന്നാം പ്രതി എന്ന് പറയുന്നത് തകരപ്പറമ്പ് കുട്ടനാണ്. ഈ കുട്ടനെ മർദ്ദനമേറ്റ രാജേഷ് തിരിച്ചറിഞ്ഞിട്ടുണ്ട്. രണ്ടാം പ്രതിയായിട്ടുള്ള അഖിൽ, അല്പസമയം മുമ്പ് കസ്റ്റഡിയിലെടുത്ത അഖിലിനെ തിരിച്ചറിയുന്നതിന് വേണ്ടി രാജേഷിനെ ഇപ്പോൾ പോലീസ് സ്റ്റേഷനിലേക്ക് വിളിപ്പിച്ചിട്ടുണ്ട്. ഈ അഖിലിനെ കൂടി തിരിച്ചറിഞ്ഞ ശേഷമായിരിക്കും പോലീസ് ഇക്കാര്യത്തിൽ ഒരു ഔദ്യോഗിക സ്ഥിരീകരണം പോലീസിന്റെ ഭാഗത്തു നിന്നുള്ള ഒരു പ്രതികരണം ഉണ്ടാകും. എന്തായാലും അതിദാരുണമായിട്ടുള്ള ഒരു സംഭവമാണ് കഴിഞ്ഞ ദിവസം രാത്രി 8 മണിയോടുകൂടി കൈതമുക്ക് ഭാഗത്ത് വെച്ച് നടക്കുന്നത്. കാരണം കൈതമുക്ക് ഭാഗത്തു നിന്ന് ശ്രീകണ്ഠേശ്വരം ക്ഷേത്രത്തിലേക്ക് പോകുന്ന ഒരു ഇടറോഡുണ്ട്. ആ ഇടറോഡിൽ വെച്ചാണ് ഈ നേരത്തെ കസ്റ്റഡിയിലെടുത്ത കാർ അവിടെ പാർക്ക് ചെയ്തിരുന്നത്. ഇതൊരു ഇടറോഡാണ്. ആ ഇടറോഡിലേക്ക് കയറുന്ന വഴിയിൽ ഈ കാർ പാർക്ക് ചെയ്തിരുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഇരുചക്ര വാഹനത്തിൽ രാജേഷ് ട്യൂഷന് പോയ മകനെയും കൊണ്ട് തിരികെ വരുന്ന വഴിക്ക് ആ റോഡിലേക്ക് പ്രവേശിക്കാൻ സാധിച്ചിരുന്നില്ല. റോഡിൽ കാർ പാർക്ക് ചെയ്തിരുന്നതുകൊണ്ട് തുടർന്നാണ് രാജേഷ് വാഹനത്തിൽ ഹോൺ മുഴക്കുന്നത്. ഈ വാഹനത്തിൽ ഹോൺ മുഴക്കിയതാണ് പ്രകോപന കാരണമായി ഇപ്പോൾ പോലീസ് പറയുന്നത്. ഹോൺ മുഴക്കിയ ഉടൻ തന്നെ രണ്ടുപേരും കാറിൽ നിന്ന് ഇറങ്ങി വന്ന രാജേഷ് ധരിച്ചിരുന്ന ഹെൽമറ്റ് ഉപയോഗിച്ചാണ് രാജേഷിനെയും മകനെയും മർദ്ദിക്കുന്നത്. മർദ്ദനത്തിൽ തറയിൽ വീണ 17 വയസ്സുകാരനായ അഭിനവ് എന്ന് പറയുന്ന ആ ബാലനെയും ആ തറയിലിട്ട് മർദ്ദിക്കുന്ന സാഹചര്യമുണ്ട്. ഇതുമായി ബന്ധപ്പെട്ടാണ് ആദ്യഘട്ടത്തിൽ പോലീസിനെതിരെ ഒരു ആരോപണം ഉയർന്നത്. കാരണം ഈ ആക്രമണം നടക്കുന്നു. ആക്രമണത്തിന് ശേഷം അവിടെ നിന്ന് ഏകദേശം 1 കിലോമീറ്റർ അകലെയുള്ള രാജേഷിന്റെ വീടിന് മുൻവശത്തെത്തി വരെ ഭീഷണി മുഴക്കുന്നു. എന്നിട്ടും പോലീസ് പ്രതികളെ പിടികൂടാൻ സാധിച്ചിട്ടില്ല എന്ന ഒരു ഗുരുതരമായിട്ടുള്ള ആക്ഷേപം രാവിലെ കുടുംബം ഉയർത്തിയിരുന്നു. എന്തായാലും 24 മണിക്കൂറിനുള്ളിൽ തന്നെ ഈ 2 പ്രതികൾ തിരുവനന്തപുരം നഗരത്തെ ഒരു ഇടവേളയ്ക്ക് ശേഷം വിറപ്പിച്ച ഒരു ഗുണ്ടാക്രമണമാണ്. ആ കേസിൽ 2 പ്രതികളെയും 24 മണിക്കൂറിനുള്ളിൽ തന്നെ ഇപ്പോൾ വഞ്ചൂർ പോലീസിന് പിടികൂടാൻ സാധിച്ചിട്ടുണ്ട് എന്നുള്ളത് വലിയൊരു നേട്ടവുമാണ്. ഫ്രഞ്ചിനാൻ പ്രവിധ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.